ഇന്നത്തെ നമ്മുടെ റെസിപ്പി എഗ് റോസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊന്നും വേണ്ട, വെറും സവാള മാത്രം മതി. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാം, പക്ഷേ ഭയങ്കര രസമായിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് തരാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞ് സവാള ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് 3 സവാള എടുത്തിട്ടുണ്ട്, 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ മുട്ടയ്ക്ക് വേണമെങ്കിൽ ഓരോ സവാള ഇതായിട്ട് എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഗ്രേവി കുറേ ഉണ്ടാവും സവാള കൂടുതൽ ചേർത്താൽ. അങ്ങനെ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരണം, സവാള നന്നായിട്ട് മൂക്കണം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. കുറച്ച് കളറ് മാറിക്കഴിയുമ്പോൾ ഗരം മസാല 1/2 ടീസ്പൂൺ ചേർക്കുക. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. പെരിഞ്ചീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഇട്ടിട്ട് പൊടിച്ച മസാലയാണ്. അത് 1/2 ടീസ്പൂൺ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളകും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അങ്ങനെയാണ് ചേർത്തത്. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇനി വേണ്ടത് ഇത് തീ കുറച്ച് വെച്ചിട്ട് ഈ പൊടികൾ നന്നായിട്ട് മൂത്ത് മണം വരട്ടെ, നല്ല മൂത്ത മണം വരുന്ന വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ കുറച്ചധികം സമയം വഴറ്റേണ്ടി വരും കേട്ടോ. പിന്നെ നമ്മൾ കറിവേപ്പില, മല്ലിയില ഒക്കെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് മൂത്ത് വന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കണ്ട കേട്ടോ, ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഒരു ലേശം തീ ഒന്ന് കൂട്ടി വയ്ക്കുക. ഈ വെള്ളം വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരട്ടെ. ഇത് എണ്ണ തെളിഞ്ഞപ്പോൾ നമ്മളൊന്ന് ഉപ്പ് നോക്കുകയാണ് കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നേരത്തെ ഉപ്പ് ഇട്ടത് പാകമില്ലെങ്കിൽ വീണ്ടും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 30 സെക്കൻഡോളം ഒന്ന് വെച്ചാൽ മതി. ഇതേ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, വേറെ ഒരു സാധനങ്ങളും വേണ്ട, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഈ ഗ്രേവി എന്തിനു വേണമെങ്കിലും എടുക്കാം കേട്ടോ. മുട്ടക്കറിക്ക് മാത്രമല്ല വേറെ എന്തിനു വേണമെങ്കിലും എടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും, നല്ല സ്വാദുള്ളതാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, ഇഷ്ടപ്പെടും. കാരണം അധികം സാധനങ്ങളൊന്നും അരിയാൻ നിൽക്കണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കഴിയണ കാരണം വേഗം ഇഷ്ടപ്പെടും കറി ഉണ്ടാക്കാൻ. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, അടിപൊളി മുട്ടക്കറി. ഇത് ലൈറ്റ് കാരണമാണ് കേട്ടോ, ഇതുപോലത്തെ കളറല്ല, ഇതിനേക്കാളും നല്ല ഡാർക്ക് കളറാണ്. ഇത് രാത്രി ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ലൈറ്റിൻ്റെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. കറിക്ക് നല്ല കളറാണ് കേട്ടോ, നല്ല സ്വാദുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. ബൈ.